ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ഡിസംബർ 28 വിശുദ്ധ പൈതങ്ങളുടെ തിരുനാൾ ദിവസം, ഹോളി ഇന്നസെൻസ്. മത്തായിയുടെ സുവിശേഷം 2-13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലായിട്ട് നമ്മൾ ഹെറോദോസിൻ്റെ ആജ്ഞ പ്രകാരം കൊല ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങളെക്കുറിച്ച് വായിക്കുന്നുണ്ട്. യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിൽ ചിന്തിച്ചാൽ ജ്ഞാനികൾ എന്ന് പറയപ്പെടുന്ന വ്യക്തികളുടെ, 3 രാജാക്കന്മാരെന്ന് പിന്നീട് പാരമ്പര്യത്തിൽ പറയുന്ന വ്യക്തികളുടെ ഒരു മണ്ടത്തരമെന്ന് തന്നെ നമുക്കതിനെ വിളിക്കാനായിട്ട് സാധിക്കും. നക്ഷത്രത്തിൻ്റെ പിന്നാലെ, ദൈവം കാണിച്ചു തന്ന നക്ഷത്രത്തിൻ്റെ പിന്നാലെ പോകുന്നതിന് പകരം ആ നാട്ടിലെ രാജാവിൻ്റെ പക്കൽ അന്വേഷണം നടത്തുവാനായിട്ട് പോകുന്ന ജ്ഞാനികൾ കാണിച്ച മണ്ടത്തരത്തിൻ്റെ പേരിലാണ് ഹെറോദോസ് ഇത് അറിയുന്നതും ഹെറോദോസ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ച് ബത്ലഹേമും അതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളും രക്തക്കളമാക്കി തീർക്കുന്നതും. അനേകം കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ക്രിസ്തുവിന് പകരം കൊല ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങൾ, അത് പറയുന്നത് ഇങ്ങനെയാണ്: 2 അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ച് വധിച്ചു. ഇങ്ങനെയാണ് മത്തായി 2-16 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു കൊല നടക്കുകയാണ്. നമ്മളതിൻ്റെ ഒരു കണക്കൊക്കെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗ്രീക്ക് പശ്ചാത്തലത്തിൽ, ഗ്രീക്ക് ആരാധനാക്രമ പശ്ചാത്തലം അനുസരിച്ച് 14,000-ഓളം കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. സിറിയൻ ആരാധനാക്രമം അനുസരിച്ച് അവർ പറയുന്നത് 64,000 കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുന്നു. കോപ്റ്റിക് ക്രൈസ്തവർ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവർ ചിന്തിക്കുന്നത് 1,44,000-ഓളം കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്നാണ്. എന്താണെങ്കിലും ബത്ലഹേമും അതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശവും അതീവ വിസ്തൃതമായ പ്രദേശങ്ങളല്ല. വലിയൊരു നമ്പർ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്താണെങ്കിലും അതിൻ്റെ നമ്പറിലല്ല, അതിൻ്റെ സംഖ്യയിലല്ല അതിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി കൊല ചെയ്യപ്പെട്ടു. ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കാൻ വന്നപ്പോൾ ക്രിസ്തുവിന് വേണ്ടി മരിക്കേണ്ടി വന്നവർ. ഇതിൻ്റെ പല കാഴ്ചപ്പാടിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഇതിലും ഈ പ്രാവശ്യം ഈ സുവിശേഷ ഭാഗം അല്ലെങ്കിൽ ഈ ഒരു തിരുനാളുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു കാര്യം ഇതാണ്: പകരക്കാരായി പീഡിപ്പിക്കപ്പെട്ടവരുടെ തിരുനാൾ. പകരക്കാരായി പീഡിപ്പിക്കപ്പെട്ടവരുടെ തിരുനാൾ, അങ്ങനെയാണ് നമ്മൾ ഈ തിരുനാളിനെ കാണാനായിട്ട് സാധിക്കുക. പലപ്പോഴും കുഞ്ഞുങ്ങൾ മാത്രമല്ല, മുതിർന്നവരും പകരക്കാരായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മളും ചിലപ്പോൾ നമ്മുടേതല്ലാത്ത കുറ്റത്തിൻ്റെ പേരിൽ മറ്റാർക്കോ വേണ്ടി തെറ്റിദ്ധരിക്കപ്പെട്ടോ അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയതിൻ്റെ ഭാഗമായോ നമ്മളും പീഡിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേദന ഏൽക്കേണ്ടി വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെയും തിരുനാളായി ഇതിനെ കാണാം. പകരക്കാരായി പീഡിപ്പിക്കപ്പെട്ടവരുടെ തിരുനാൾ. നമുക്ക് ഈ പ്രകാരം തിരുസഭ പഠിപ്പിക്കുന്നുണ്ട്. ഫീസ്റ്റ് ഓഫ് ദ അൺബോൺ ചിൽഡ്രൻ, ഇങ്ങനെ ജനിക്കാത്ത പോയ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അബോർട്ട് ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങളുടെയൊക്കെ തിരുനാളായിട്ട് കൂടി ഇതിനെ കാണുന്നുണ്ട്. അതിന് വലിയ പ്രാധാന്യത്തോട് തിരുസഭ കാണുകയും ആ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുടെ ആത്മാക്കളെ വലിയ ഗൗരവത്തോടു കൂടി കാണി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് തിരുസഭ. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ തിരുനാളായിട്ട് കൂടി ഇതിനെ കാണുന്നുണ്ട്. പിന്നീട് ശ്രദ്ധയിൽപ്പെട്ടൊരു വസ്തുത, 2016 ഡിസംബർ 28 ഫ്രാൻസിസ് പാപ്പ നൽകിയ വചന സന്ദേശം വത്തിക്കാൻ്റെ സൈറ്റിൽ നമുക്കിപ്പോഴും കാണാൻ സാധിക്കും. അതിനകത്തൊരു കണക്ക് പാപ്പ ചേർക്കുന്നുണ്ട്. യൂണിസെഫിൻ്റെ കണക്കാണത്. യൂണിസെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള എമർജൻസി ഫണ്ടിൻ്റെ ഒരു സംഘടനയാണ് യൂണിസെഫ്. യൂണിസെഫിൻ്റെ 2016 അന്ന് പാപ്പ പ്രസംഗം നടത്തുമ്പോൾ ഉള്ള കണക്കനുസരിച്ച് പറയുന്ന ഇപ്രകാരമാണ്: 2030 വരെ ഇപ്പോഴുള്ള സിറ്റുവേഷൻസ് മാറുന്നില്ല എങ്കിൽ, ഇപ്പോഴുള്ള അവസ്ഥകൾ മാറുന്നില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾ 2030 ആകുമ്പോഴേക്കും 167 മില്യൺ കുഞ്ഞുങ്ങൾ എക്സ്ട്രീം പോവർട്ടിയിലായിരിക്കും, അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരായിരിക്കും. അവർക്കൊന്നും ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ ഒന്നും ഒരു വകയില്ലാത്ത കുഞ്ഞുങ്ങളായിട്ടായിരിക്കും അവർ ജീവിക്കാൻ പോകുന്നത്. വേറൊരു കണക്ക് പറയുന്നത് ഇങ്ങനെയാണ്: 69 മില്യൺ കുഞ്ഞുങ്ങൾ 2016-നും 2030-നും
ഈ വർഷങ്ങൾക്കിടയിൽ 69 മില്യൺ കുഞ്ഞുങ്ങൾ ദാരിദ്ര്യം കൊണ്ട് മരണമടയും. വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്, 16 മില്യൺ കുഞ്ഞുങ്ങൾക്ക് ബേസിക് എഡ്യൂക്കേഷൻ, അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം കിട്ടാതെ, സ്കൂളിംഗ് കിട്ടാതെ അവർ ദുരിതത്തിലേക്ക് പോകും. അവർ മറ്റ് പല വഴിക്കും, അക്രമത്തിലേക്കും മറ്റ് പല വഴികളിലേക്കും അവർ പോകാൻ സാധ്യതയുണ്ട്. ഇതൊരു ഒരു സ്റ്റഡിയാണ് യഥാർത്ഥത്തിൽ. 2030 ആകുമ്പോഴത്തേക്ക് സംഭവിക്കാൻ സാധ്യത, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമ്മൾ ഗൗരവമായി പരിഗണിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ദുരന്തങ്ങൾ. നമുക്ക് ഇതും പ്രാർത്ഥനാ വിഷയമാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ പ്രാർത്ഥനാ വിഷയം, ജനിക്കാൻ അല്ലെങ്കിൽ ജനനം, ജീവിതം നിഷേധിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. 2, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. 3, നമുക്ക് ഇതിനോടൊപ്പം ചിന്തിക്കാവുന്ന മൂന്നാമത്തെ വസ്തുത ഇതാണ്, കുടുംബത്തിന് ഉള്ളിൽ മാതാപിതാക്കളുടെ സ്നേഹമില്ലായ്മ അല്ലെങ്കിൽ അവരുടെ പരസ്പരമുള്ള തർക്കങ്ങളുടെ വഴക്കിൻ്റെയും പേരിൽ പീഡിപ്പിക്കപ്പെട്ടു പോകുന്ന, ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും പീഡിപ്പിക്കപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ ഒരു സാമൂഹിക വിഷയമാണ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ വിഷയമാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇത് നമ്മുടെ കുടുംബത്തിനകത്തൊക്കെ തന്നെ ഉണ്ടാകുന്ന വിഷയമാണ്. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ ഒരു ഇൻറ്റൻഷനായിട്ട് നമ്മൾ കാണേണ്ടത്, അതായത് ദമ്പതികൾ തമ്മിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ അപ്പനും അമ്മയും തമ്മിലുള്ള വഴക്ക്, അതിൻ്റെ പേരിൽ ആ വീട്ടിലെ കുഞ്ഞുങ്ങളാണ് ഡയറക്റ്റായിട്ട് പീഡിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് അവർ മാനസികമായി പീഡിപ്പിക്കപ്പെട്ട്, അവർ സ്പോയിൽ ചെയ്യപ്പെട്ട്, അവരുടെ സ്വഭാവത്തിൽ അവരാഗ്രഹിക്കാത്ത, സമൂഹം ആഗ്രഹിക്കാത്ത വലിയ ദുഷ്ടതകളും അല്ലെങ്കിൽ തിന്മകളുമൊക്കെ കടന്നു കയറാനുള്ള സാധ്യത. അപ്പോൾ കുഞ്ഞുങ്ങൾ അങ്ങനെ നശിപ്പിക്കപ്പെട്ടു പോകുന്നൊരു അവസ്ഥ. മാതാപിതാക്കളുടെ സ്നേഹമില്ലായ്മ കൊണ്ട്, സ്നേഹരാഹിത്യം കൊണ്ട് തകർക്കപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ, അവരെ കൂടി ഓർക്കേണ്ട ദിവസമാണ് ഈ ഹോളി ഇന്നസെൻസ് ഫീസ്റ്റ് ഡേ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ കുഞ്ഞ് വിശുദ്ധരുടെ തിരുനാൾ ദിവസം എന്ന് പറയപ്പെടുന്നത്. നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള കുഞ്ഞുങ്ങളെ കുറേ കൂടി ഗൗരവപൂർവ്വം പരിഗണിക്കാം. കാരണം ഈശോ കുഞ്ഞുങ്ങളെ ഗൗരവപൂർവ്വം പരിഗണിച്ച ഒരാളാണ്. അവരെ തടയരുത്, അവരെൻ്റെ അരികിലേക്ക് വിടുവൻ, അവരെ തടയരുത്, അവരെപ്പോലെയുള്ളവരുടെയാണ് സ്വർഗ്ഗരാജ്യം, നിങ്ങൾ ശിശുക്കളെ പോലെ ആകുവൻ എന്നൊക്കെ ഈശോ പറയുമ്പോൾ ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വളരെ വലിയൊരു സന്ദേശം പറയുന്നുണ്ട്. എൻ്റെ ഈ കുഞ്ഞുങ്ങളുടെ മുഖം അവരുടെ ദൂതന്മാർ നിരന്തരം ഈ കുഞ്ഞുങ്ങളുടെ ദൂതന്മാർ ദൈവത്തിൻ്റെ തിരുമുഖം സദാ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരുത്തായിട്ട് പറയുന്നുണ്ട്, ഈ ചെറിയ മക്കളിൽ ഒരാൾക്കെങ്കിലും ഇടർച്ചയ്ക്ക് നിങ്ങൾ കാരണമാകുന്നുണ്ടെങ്കിൽ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ കടലിൽ കൊണ്ട് താക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഗൗരവമേറിയ കുറേയധികം വചനങ്ങൾ ഈശോ പറഞ്ഞത് കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്നതാണ്. കുഞ്ഞുങ്ങളെ എത്രത്തോളം ഗൗരവപൂർവ്വം ഈശോ പരിഗണിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പരിഗണന നമുക്ക് നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ കുടുംബങ്ങളിലുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കണം. സ്നേഹിച്ച് അങ്ങനെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചിട്ട് അവർക്ക് സ്വഭാവദൂഷ്യം ഉണ്ടാക്കാൻ പാടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. കൃത്യമായ ശിക്ഷണത്തിലൂടെ, കൃത്യമായ പരിഗണനയിലൂടെ, കൃത്യമായ സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും പാഠം പഠിപ്പിക്കുന്നതിലൂടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ കൃത്യമായും ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഉള്ള വളരെ പ്രധാനപ്പെട്ട ഇൻറ്റൻഷൻസ്, ഒന്ന്, ഇത് ജനിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട, ജീവിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമൂഹത്തിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ദരിദ്രരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകിച്ച് ഈ യുദ്ധമൊക്കെ നടക്കുന്ന പാലസ്തീനിയൻ പ്രദേശത്തൊക്കെ കൊല ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങൾ, ഇപ്പോൾ അതിൻ്റെ ദുരിതത്തിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒരുപക്ഷെ ഇതിനോടകം തന്നെ നിങ്ങൾ കേട്ട് കഴിഞ്ഞ് കാണും, ഈശോ ജനിച്ച ബെത്ലഹേമിൽ ഈ വർഷം ക്രിസ്മസ് ആചരിച്ചില്ല. ഒരു പുൽക്കൂടുകൾ പണിഞ്ഞില്ല, നക്ഷത്രങ്ങൾ തൂക്കിയില്ല, അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീ വെച്ചില്ല. പകരം ഒരു വീഡിയോയിൽ കേട്ടതാണ്, ഇത് അവിടുത്തെ പള്ളിക്കുള്ളിൽ തകർന്ന തരിപ്പണമായി കിടക്കുന്ന കുറേ കൽക്കൂമ്പാരമുണ്ടാക്കിയിട്ട് അതിനിടയിലാണ് ഉണ്ണീശോയെ അന്ന് അവിടുത്തെ വൈദികൻ കൊണ്ടുവച്ചതെന്ന് നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും. അതിൻ്റെ ചിത്രങ്ങളും വൈറലായിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണാം. അപ്പോൾ ആ അത്തരത്തിലുള്ള പ്രദേശത്ത് ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ അപ്പനും അമ്മയും തമ്മിലുള്ള തർക്കങ്ങൾക്കിടയിൽ പെട്ട് ചതഞ്ഞു പോയ ജീവിതങ്ങളാകുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങൾ കൂടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ
കുഞ്ഞ് വിശുദ്ധരുടെ തിരുനാൾ ദിവസം കുഞ്ഞുങ്ങളെ കൂടുതലായി പരിഗണിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പ്രദേശത്തിൽ സ്കൂളുണ്ടായിരിക്കാം, ഒരു അംഗൻവാടി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു മേഖല ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് സന്ദർശിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടി പ്രത്യേകം നമുക്ക് മനസ്സ് കാണിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.